ലോകത്ത് ഒരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ നിർമ്മിച്ചെടുക്കാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനോട് ഏതെങ്കിലും സാദൃശ്യമുള്ള തരത്തിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്ക മാത്രമാണ്. ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞ് അമേരിക്ക മാത്രമാണ് ഇതിനോട് സാദൃശ്യമുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വേറൊരു രാജ്യത്തിനും ഇതിന് ഇങ്ങനൊരു ടെക്നോളജിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയൺ ഡോമിനൊന്നും സത്യം പറഞ്ഞാൽ ഇതിനോട് സാദൃശ്യമില്ല. അയൺ ഡോം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇത് മൊത്തത്തിലുള്ള ത്രെറ്റുകളെ മൊത്തം പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏർലി വാർണിംഗ് സെൻസറുകൾ ഉണ്ടാവും, റഡാറുകൾ ഉണ്ടാവും, കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റേഴ്സ് ഉണ്ടാവും, ലാൻഡ് സീ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർസെപ്റ്റർ ബാറ്ററീസ് ഉണ്ടാവും, AI ടെക്നോളജി ഇതിൽ വന്നിട്ടുണ്ടാവും, സൈബർ വാർഫെയറുകൾ ഉണ്ടാവും, ലേസറുകൾ ഉണ്ടാവും, ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഉണ്ടാവും, സോഫ്റ്റ് സ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാവിയിലൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ തുർക്കിയോ ചൈനയോ ആരെങ്കിലുമൊക്കെ ഒരു 5000 ഡ്രോണ് ഇന്ത്യയിലേക്ക് ഒരുമിച്ച് അയക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പല തരത്തിലുള്ള ബോംബിംഗ് ഡ്രോണുകൾ, സൂയിസൈഡൽ ഡ്രോണുകളൊക്കെ അയക്കുകയാണ്. ആ സമയത്ത് ഇതേ സമയത്ത് തന്നെ ഈ നഗരങ്ങളിലെ സ്ഥലങ്ങളെയൊക്കെ ടെക്നോളജിക്കലി ഇതാക്കാൻ വേണ്ടിയിട്ടൊരു ഹാക്കിങ് സംഭവങ്ങളൊക്കെ നടത്തുകയാണെന്ന് വെച്ചാൽ ഇതിനെ മൊത്തത്തിൽ ഒരേ സമയത്ത് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു നഗരത്തിൻ്റെ ഹൈ വാല്യൂ അസറ്റ്സിനെയൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കവചം പോലെ നിൽക്കുന്ന, ഓരോ ജനങ്ങളെയും ഇൻഡിവിജ്വലി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ്, ഈ പദ്ധതിയാണ് ഇന്ത്യ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് മുമ്പേ ഇന്ത്യ ഇത് വികസിപ്പിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ വളരെ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് നമുക്കത് മാറ്റുവാൻ സാധിക്കുന്നതായിരിക്കും.